ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് വ്ളോഗ് ഇട്ടിട്ട് പിന്നെ ഷോർട്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും വ്ളോഗ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി. ലാസ്റ്റ് ചെന്നൈ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തത്. അതിൽ കുഴപ്പമില്ലാണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ 2-3 പേരൊക്കെ എന്നോട് പറഞ്ഞു, പുറത്തുനിന്ന് കണ്ടപ്പോൾ പറഞ്ഞു വ്ളോഗ് കാണാറുണ്ട്, രസമുണ്ട്, നല്ല എൻ്റർടൈൻമെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് പേഴ്സണലി മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ട്. 2-3 കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇങ്ങനെ തന്നെ പൊക്കോളൂ, എൻ്റർടൈൻമെൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എന്താ പറയുക, കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ വ്ളോഗ് ഇടാനോ അങ്ങനെ സംസാരിക്കാനോ വലിയ കാര്യമായിട്ട് അറിയില്ലെങ്കിലും ഞാൻ ജസ്റ്റ് തുടങ്ങാൻ ബാക്കി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കാണാം, അങ്ങനെ മീൻസ് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങിയതാണ്. പിന്നെ റാഷിയും കുറേ സപ്പോർട്ട് ചെയ്തു, മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അപ്പം അതൊക്കെ ക്ലിയർ ചെയ്ത് അങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ലാന്ന് വിചാരിക്കണം. പിന്നെ മെയിനായിട്ട് കുറേ നാളെ വ്ളോഗ് ഇട്ടിട്ട് അതിനെന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മടി, അല്ലാതെ ഒന്നുമല്ല, നല്ല മടിയാണ് എനിക്ക്. അപ്പോൾ ഷോർട്സ് ആകുമ്പോൾ പിന്നെ മുന്നേ എടുത്ത് വെച്ചുള്ള വീഡിയോസ് ഉണ്ട്, പിന്നെ കുറച്ചെല്ലാം എടുക്കണ്ടുള്ളൂ, പിന്നെ കുറച്ചെല്ലാം എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ. അപ്പോൾ അത് കാരണം കൊണ്ട് ഷോർട്സ് ഇടും. പിന്നെ വ്ളോഗ് എടുക്കാൻ ഭയങ്കര മടിയാണ് മെയിനായിട്ട് ഗൈസ്. മടി മാറ്റാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ സംഭവം 2 അൺബോക്സിങ് വീഡിയോ ഉണ്ട്. ഒരെണ്ണം മെച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുത്തതാണ് സംഭവം. അത് ഞാനിപ്പോൾ പറയുന്നില്ല എന്താന്നുള്ളത്, ഞാൻ ഇടാം. സംഭവം കുറച്ച് പണിയുണ്ട്, എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് പണിയുണ്ട്, അത് കാരണം മടി പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും അത് എഡിറ്റ് ചെയ്തിട്ട് സൂൺ ഇടുന്നുണ്ട്. ഓക്കെ, ഇപ്പം അൺബോക്സിങ് എന്ന് പറയുന്നത് ഞാൻ കുറേ ഗേൾസൊക്കെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു, കുറേ ഇല്ല കുറച്ച് കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. 5 ഗേൾസൊക്കെ മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞു സ്കിൻ കെയർ പ്രോഡക്ട്സ് ഇട്, സ്കിൻ കെയർ വീഡിയോ ഇട്, അങ്ങനെയൊക്കെ. അപ്പം ഞാൻ മിക്സ് ആക്കിയിട്ടാണല്ലോ നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത്. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു മീഷോ ഹോൾ ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ, പിന്നെ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇടുക. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇടണം അല്ലെങ്കിൽ ഹോൾസ് വീഡിയോസ് ഇടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പം അതിനനുസരിച്ച് നമുക്ക് വീഡിയോസ് ഇടാം. മീഷോ ഹോളൊക്കെ ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട് മനസ്സിൽ. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയില്ലല്ലോ. പിന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് കാര്യമില്ല, കുറച്ച് കമൻറ്റ്സ് നമുക്ക് വരുന്നുള്ളൂ. പിന്നെയും നമുക്ക് വരുന്ന കമൻറ്റ്സ് എന്ന് പറയുന്നത് വ്ളോഗിൻ്റെ ഒക്കെ താഴെയാണ് കമൻറ്റ്സ് വരുന്നത്. സോ അത് കാരണം ഞാൻ വിചാരിച്ചു വ്ളോഗ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം നോക്കിയിട്ട് പിന്നീടുള്ള വീഡിയോസിൽ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതാണ് കാര്യം. ഞാൻ വലിയ സ്കിൻ കെയർ റൊട്ടീനറോ അല്ലെങ്കിൽ വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റോ അങ്ങനെയൊന്നും അല്ല കേട്ടാ. എനിക്കറിയുന്ന കുഞ്ഞു കാര്യങ്ങൾ, കുഞ്ഞൊന്നുമില്ല, എനിക്കറിയുന്ന 1-2 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് വെറുതെ വീഡിയോ ഒക്കെ ഇടാന്നൊക്കെ വിചാരിച്ചു. ആദ്യം വിചാരിച്ചു ഷോർട്സ് ആക്കി ചെറുതാക്കി ഇടാൻ വിചാരിച്ചു. പിന്നെ കുറേ ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു മൂടി കയറിയപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിരുന്നപ്പോൾ ഗൈസ് നല്ല മഴ. അപ്പോൾ നല്ല സൗണ്ടും നിങ്ങൾക്ക് വീഡിയോസിൽ അധികം സൗണ്ടൊന്നും കേൾക്കില്ല തോന്നി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കണം മഴ പോകാൻ വേണ്ടിയിട്ട്. ഇപ്പം മഴയൊക്കെ പോയി കുഴപ്പമില്ലാത്തൊരു നല്ല ക്ലൈമറ്റ് ഉണ്ട്. ഞാൻ കാണിച്ചാൽ ഗൈസ്. കണ്ടില്ലേ? അപ്പോൾ അതാണ്. ഇപ്പം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടോ ഗൈസ്? എന്താണെന്ന് കമൻറ്റ് ചെയ്തോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നൈക്കേന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പം ഞാൻ സാധനം എടുത്ത് തരാം. നൈക്കേന്ന് വെച്ച സാധനം. ഓക്കെ, അപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ടില്ല. സംഭവം 2 ദിവസമായി വന്നിട്ടെങ്കിലും ഞാനത് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് വെക്കണം. ഞാൻ വീഡിയോ ചെയ്യാന്നുള്ളൊരു മെയിൻ തീമിൻ്റെ മനസ്സിലുണ്ട്. ഞാൻ വിചാരിച്ചു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങളും കൂടി കണ്ടിട്ട് പൊട്ടിച്ചാൽ മതി വിചാരിച്ചു. സോ അതാണ്. അപ്പോൾ ഞാൻ കത്രിക എടുത്തിട്ട് ഇപ്പോൾ വരാം ഗൈസ്. വെയിറ്റ് ഗൈസ്, കത്രിക കിട്ടി. ഓക്കെ, അപ്പം നമുക്ക് അത് പൊട്ടിച്ച് വെക്കാം.
റാഷി ഇപ്പോൾ കുറേ നാളായിട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ ഭയങ്കര മടിയായിരിക്കണം. അപ്പോൾ റാഷിക്കാൻ്റെ വീഡിയോ മിസ് ചെയ്യുന്നുണ്ട്, റാഷിക്ക് എന്താ വീഡിയോ ഇടാത്തത് എന്നൊക്കെ വെച്ചിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് വരുന്നുണ്ട്. റാഷിക്ക വീഡിയോ ഇടാത്തത് മടി, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. റാഷിക്ക പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ മടി തന്നെയാണ് മെയിനായിട്ട്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. സത്യം കുറേ സാധനങ്ങളൊന്നും ഇല്ലാട്ടെ, 2-3 സാധനങ്ങളുള്ളൂ. ഞാൻ വെറുതെ ഒരു രസത്തിന് വീഡിയോ എടുക്കാനൊക്കെ വിചാരിച്ചു. കിളികിളി ഞാൻ ജനാലൊക്കെ തന്നിട്ടാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ കിളികൾ വന്നിട്ട് ഇതിൽ കൂടെ നോക്കുന്നുണ്ട്. ഞാൻ അത്ര വലിയ സ്കിൻ കെയർ ഒന്നും നോക്കിയിരുന്ന ഒരാളില്ല. സോ എൻ്റെ സ്കിന്നിൽ എന്താ പറയുക, ഓയിലി സ്കിൻ ആയതുകൊണ്ട് എനിക്ക് എന്താ പറയുക കുറേ പിമ്പിൾസ് പോയിട്ടുള്ള മാർക്സും അതൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പണ്ട് ഒരു സത്യം പറഞ്ഞിട്ട് അങ്ങനെ അറിയില്ല. അപ്പം ഞാൻ ഒരു സെറം കുറേ ആഗ്രഹിച്ച സെറം വാങ്ങിച്ചു. ഏത് സെറം ഞാനോട് പറയുന്നില്ല. അപ്പോൾ അത് വാങ്ങിച്ച് യൂസ് ചെയ്തപ്പോൾ ഒരു വന്നു. അപ്പോൾ അത് സ്വാഭാവികം, ചിലപ്പോൾ ഒരെണ്ണൊക്കെ വരാം. നമ്മൾ മേ ബി യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാന്ന് വിചാരിച്ചു. പിന്നെ അവിടെ എനിക്ക് നല്ല പണി കിട്ടി. പിന്നെ ഫുൾ പിമ്പിൾസായി, മുഖത്ത് ഫുൾ പിമ്പിൾസായി. പിന്നെ എന്താ പറയുക, പിമ്പിൾസ് ഭയങ്കര ഡാർക്ക് മാർക്സ് ആയി, എല്ലാം ആയി. തുറക്കാൻ കിട്ടുന്നില്ലേ ഗൈസ്, ഡാർക്ക് മാർക്സ് ആയി എല്ലാം. പിന്നെ കുറേ സ്കിന്നിൻ്റെ ഡോക്ടേഴ്സിനെ കാണിച്ചു. അങ്ങനെ ഡോക്ടേഴ്സ് വന്നാൽ മരുന്നൊക്കെ പ്രയോഗിച്ച് പിന്നെ ഡോക്ടർ കുഴപ്പമില്ല, വലിയ മാസം സ്കില്ല്, പക്ഷെ കുഴപ്പമില്ല. പിമ്പിൾസ് കുറവുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ നിർത്തി, പിമ്പിൾസ് കുറഞ്ഞപ്പോൾ അങ്ങനെ നിർത്തി. പക്ഷേ ഈ പിമ്പിൾസ് അതിൻ്റെ മാർക്സ് ഒക്കെ ഉണ്ടാവില്ല, അതങ്ങനെ പോണില്ല. അപ്പോൾ നമ്മുടെ ഡോക്ടർ പറഞ്ഞു പ്രോപ്പറായിട്ട് സൺസ്ക്രീനും മോയ്സ്ചറൈസറും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കാരണം ഞാൻ അത് ഒരുവിധം പറ്റുന്ന പോലെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ എന്താ പറയുക കുറേ നാളൊരു പ്രൊഡക്റ്റ് ഞാൻ മുന്നേ മേടിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ മേടിച്ചിട്ട് എൻ്റെ സിസ്റ്റർ കൊടുക്കാൻ ചെയ്തത്. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്താണ് ഗൈസ്, പ്ലമ്മിൻ്റെ നിയാസിനമൈഡിൻ്റെ ടോണർ, റൈസ് വാട്ടറിൻ്റെ ഒരു ടോണറാണ്. ഞാനത് ജോലിയായിട്ട് യൂസ് ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല രസം നിയാസിനമൈഡിൻ്റെ. അപ്പോൾ ഞാനിത് ഓർഡർ ആക്കിയത് അങ്ങനെ. സോ നെക്സ്റ്റ് കാണാം ഒരു ഷാമ്പു. ഈ ഷാമ്പു ഞാൻ കുറേ നാൾ വാങ്ങണമെന്ന് വിചാരിക്കണം. ഷാമ്പും കണ്ടീഷണറുണ്ട്, പക്ഷേ ഈ കണ്ടീഷണർ ഞാൻ അങ്ങനെ യൂസ് ആക്കില്ല, ഇതേലും കാലത്ത് മാത്രമേ യൂസ് ആക്കുള്ളൂ. സോ അങ്ങനെ ഞാൻ ഷാമ്പു മാത്രം യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ബോട്ടിൽ വാങ്ങാമല്ലോ. ഫസ്റ്റ് യൂസ് അല്ലേ, ഫസ്റ്റ് യൂസിൽ നമ്മൾ ചെറുത് വാങ്ങാനല്ലേ ബെറ്റർ. അപ്പം ഞാൻ ഈ ഷാമ്പു വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള റിവ്യൂ പറയാം. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട് ഈ ലവ് ബ്യൂട്ടി ആൻഡ് പ്ലാനറ്റിൻ്റെ ഈ ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ട് നിന്നെ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് എന്നൊക്കെ. ഓക്കെ എന്നില്ല കുറച്ച് ആൾക്കാർ ഇതും കൂടി കഴിഞ്ഞു ഗൈസ്. ഇതിൻ്റെ ഉള്ളിലൊന്നും ഒരു സെറം വിറ്റാമിൻ സി 10% വിറ്റാമിൻ സിൻ്റെ ഡെർമാക്കോൻ്റെ 5% നയാസിനമൈഡും ഉണ്ട്. വിറ്റാമിൻ സി ഒരു സെറമാണ്. ഒരുവിധം എല്ലാവരും യൂസ് ചെയ്യുന്നിട്ട് തോന്നുന്നു. എനിക്കിത് നല്ലൊരു കുറേ ഞാൻ യൂട്യൂബിലൊക്കെ തപ്പിയപ്പോൾ കുറേ ഗേൾസും ബോയ്സും മേ ബി ഉണ്ട് തോന്നുന്നു. കുറേ പേര് നല്ല റിവ്യൂസാണ് ഇട്ടേക്കണത്. പിന്നെ അത്യാവശ്യം റേറ്റിംഗ് ഉണ്ട്. അപ്പം ഞാൻ എന്തായാലും യൂസ് ആക്കിയിട്ടില്ല, ഞാൻ യൂസ് ആക്കി നോക്കട്ടെ. ഇതാ പിന്നെ സൺസ്ക്രീൻ .NKൻ്റെ സൺസ്ക്രീൻ ഞാൻ ആക്ച്വലി വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ റിച്ചുൻ്റെയിൽ .NKൻ്റെ സൺസ്ക്രീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് യൂസ് ചെയ്ത് പിന്നെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പോലെ ഇപ്പം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സൺസ്ക്രീൻ, ഈ സെയിം സാധനം തന്നെയാണ് ഇതിട്ടാ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് ഒരു ബോട്ടിൽ കഴിഞ്ഞു. അവളെനിക്കൊരു ഫുൾ ബോട്ടിലായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇത് കഴിഞ്ഞു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല തീരെ വൈറ്റ് കാസ്റ്റ് ഒന്നും എൻ്റെ ഫേസിലേക്കാണ് വൈറ്റ് കാസ്റ്റ് ഒന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നല്ല രസമുള്ള സൺസ്ക്രീൻ. പിന്നെ അപ്പോൾ ഞാൻ ഇത് തന്നെ വാങ്ങാൻ വെറുതെ ഇനി വേറെ ഒരു സൺസ്ക്രീൻ വാങ്ങണ്ട. പിന്നെ ഞാൻ ഒരു സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസം മുമ്പേ. സംഭവം ഞാൻ കാണിച്ചത് വെയിറ്റ്. ഇതാണ് ഗൈസ് ഡീകൺസ്ട്രക്റ്റിൻ്റെ എന്താ പറയുക ഡീകൺസ്ട്രക്റ്റിൻ്റെ ടിൻറ്റഡ് സൺസ്ക്രീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സംഭവത്തിന് നല്ല റേറ്റ് ഉണ്ട്. നല്ല റേറ്റ് ഉണ്ടെങ്കിലും ആദ്യം തന്നെ ബീച്ചപ്പോൾ കാറ്റാണ് വന്നത്. സോ അപ്പം ഞാൻ പേടിച്ചു. പക്ഷേ കുഴപ്പമില്ല. മെയിൻലി പുറത്ത് പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അല്ലാത്തപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. സോ ഇത് നല്ല സൺസ്ക്രീനാണ്, പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റി ഭയങ്കര കുറവാണ്. നല്ല റേറ്റ് ഉണ്ട് ഗൈസ്. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ പറഞ്ഞത് ഗൈസ്. നിങ്ങൾക്ക് ഓരോ ഒപ്പീനിയൻ ഉണ്ടാവും, നിങ്ങൾക്കറിയാം. ജസ്റ്റ് പറഞ്ഞു തരും. ദിസ് വൺ അടിപൊളി സൺസ്ക്രീൻ.
ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ജസ്റ്റ് തന്നെ യൂസ് ചെയ്തു. ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം. എനിക്കിത് ഭയങ്കര ഇഷ്ടം. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് 10/10. എൻ്റെ മാർക്ക് 10/10 ഞാൻ കൊടുക്കും. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1 2 3 4 and 5 അങ്ങനെ ഇത്രയും പ്രൊഡക്ട്സാണ് ഗൈസ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു വീഡിയോ പിന്നെ പോസ്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. കുറേ പേര് എന്നോട് പറഞ്ഞു ഈ സോ അധികം വേണ്ടാന്ന് എനിക്കറിയാം. ഞാനെന്നെ ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഇത്ര അധികം സോ എന്തിനാണ്. സോ അപ്പം ഞാൻ വിചാരിക്കും സോ മീൻസ് മാറ്റണം, സോ അധികം പറയരുതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ വീഡിയോയിൽ സോ കുറച്ചിട്ട് തോന്നുന്നു. ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും മെല്ലെ സോയും കുറയ്ക്കാൻ നോക്കാം. അതിൽ ഈ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വെറുതെ വലിയൊരു രസം. അപ്പോൾ അൺബോക്സിങ് വീഡിയോ എടുത്താണ്. സോ ഇനി നമുക്ക് വേറൊരു അൺബോക്സിങ് വീഡിയോ കൂടി ഉണ്ട്. പക്ഷെ അത് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് അല്ല, അതൊരു വേറെ പ്രൊഡക്ട്സ്. അപ്പോൾ നമുക്ക് ഉമ്മച്ചിക്ക് സർപ്രൈസ് കൊടുത്താണ് ഗൈസ്. അപ്പോൾ നിങ്ങളത് മസ്റ്റായിട്ട് കാണുന്നു. ഞാനത് എഡിറ്റ് ചെയ്ത് സൂൺ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ അപ്പം നമ്മൾ പുതിയൊരു വ്ളോഗുമായി വേറെ ദിവസം വരാം. ഓക്കെ, ബൈ.